ഹലോ, കുട്ടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കൂരി മീൻ അല്ലെ ഏട്ട അല്ലെങ്കിൽ തേടെന്ന് പറയും, ആ മീൻ കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നു. നമുക്കിനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. കടുകിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്, അതിട്ട് കൊടുക്കും. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇവിടെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പിട്ട് കൊടുക്കാം. ഇത് നമ്മൾ 5 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്താണ്. മല്ലിപ്പൊടി ശകലം ചേർത്തത് എരി ഇപ്പം ഉള്ളവർക്ക് വേണ്ടല്ലോ, അപ്പം കുറച്ച് എരി കുറയാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ വഴറ്റാം, ആ എണ്ണ തെളിയുന്നത് വരെ. അപ്പം നമ്മുടെ അരപ്പ് ഇവിടെ എണ്ണ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ശകലം കൂടെ എണ്ണ തെളിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് മീൻ പറക്കിയിടാം. നമ്മുടെ മീൻ കറിയുടെ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നല്ലതായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുടംപുളി ഇട്ട് കൊടുക്കാം. ഒരു 5 കഷ്ണം പുളി ഇട്ടിട്ടുണ്ട്. പുളി കുറവുള്ളതാണ് അത്. പിന്നെ ഉലുവ വറുത്തത്, ഉലുവ പൊടി ഇടുന്നുണ്ട് കുറച്ച്. ഉപ്പ് ആവശ്യത്തിന്. അപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി മീൻ പറക്കി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിനകത്തേക്ക് ഒരു കഷ്ണം കായം ഇടുക. അടച്ചു വെച്ച് വേവിക്കാം നമുക്ക്. അപ്പം നമ്മളിതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി. അപ്പോൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് ഉലുവപ്പൊടി, ഉലുവ വറുത്തിട്ടിട്ടുണ്ട്, എന്നാലും കുറച്ച് ഉലുവപ്പൊടി കൂടി ഇടും. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് വാങ്ങാം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം അവസാനം. കുറച്ച് കരിവേപ്പില. ഇനി നമുക്ക് തീ നിർത്താം. നമ്മുടെ കൂരിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പയും കൂരിക്കറിയും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ കൂരിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പയും വേവിച്ചതുണ്ട്. അപ്പം കൂരിക്കറിയും കപ്പയും കൂടെ കഴിക്കാൻ പോവാണ്. നല്ല ടേസ്റ്റുള്ള കൂരിക്കറിയും നമ്മുടെ കപ്പയും കൂടെ കഴിക്കുവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.